വയനാട്ടിൽ പാല് വാങ്ങാൻ പോയ വയോധികയ്ക്ക് തെരുവുനായയുടെ കടിയേറ്റു. തലപ്പുഴപ്പൊയിൽ കപ്പലുമാക്കൽ അന്നമ്മയ്ക്കാണ് പരിക്കേറ്റത്. അന്നമ്മയുടെ വലതുകാലിനും തുടയ്ക്കും സാരമായ പരിക്കുണ്ട്. പ്രതികരണം കേൾക്കാം ആദ്യം. കൊടയൂടി പോവായിരുന്നു. അതുകൊണ്ട് പട്ടി പറയാമെന്ന് അറിഞ്ഞില്ല. കടിച്ചപ്പോഴാണ് അറിയുന്നത്. വീണുപോയി. തുടക്കൊക്കെ തിന്നാനുള്ള പരിപാടിയായിരുന്നു. കാർച്ച കേട്ടോണ്ട് അടുത്ത അയലോക്കത്തെ വീട്ടിൽ നിന്ന് ആൾ വന്ന് ഓടിക്കൂടിയാണ് അമ്മേനെ എടുത്ത് ആശുപത്രിയിൽ കൊണ്ടുവന്നത്. ആശുപത്രി കൊണ്ടുപോയി ഇഞ്ചക്ഷൻ ചെയ്തു. പിന്നെ ആ മുറിവ് വലുതായ കാരണം 48 മണിക്കൂർ കഴിഞ്ഞാലേ സ്റ്റിച്ച് ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇപ്പം തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നതാണ്. എം കമൽ വയനാട്ടിൽ നിന്ന് ചേരുന്നുണ്ട്. കമൽ, അമ്മയുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമുള്ളതാണ്, സാരമുള്ളതാണ്? ഈ തെരുവുനായയുടെ ശല്യം ഉള്ള സ്ഥലമാണോ ഇത്? അക്ഷയ ജില്ലയുടെ ഭാഗങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണ്. ഇതിപ്പോൾ 72 വയസ്സ് പ്രായമുള്ള ഒരു വയോധികയാണ് രാവിലെ അയൽവീട്ടിൽ നിന്ന് പാൽ വാങ്ങാൻ പോകുന്നതിനിടെ തെരുവുനായ കടിച്ച് പരിക്കേൽപ്പിച്ചിരിക്കുന്നത്. തലപ്പുഴ ഭാഗത്താണ് സംഭവം ഉണ്ടായത്. അന്നമ്മയെ വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പ്രാഥമിക ശുശ്രൂഷ നൽകിയ ശേഷം അടുത്ത ദിവസം 48 മണിക്കൂറിന് ശേഷം സ്റ്റിച്ചിടണം എന്ന് പറഞ്ഞ വീട്ടിലേക്ക് തിരിച്ചയക്കുകയായിരുന്നു. എന്തായാലും സാരമായ മുറിവാണുള്ളത്. പക്ഷേ അഡ്മിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നതുകൊണ്ടാണ് പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം വിട്ടയച്ചത്. പക്ഷേ പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പടക്കമുള്ള തുടർ ചികിത്സ എന്തായാലും ആവശ്യമായി വരും. ഇത്രയും പ്രായമായ ഒരാളെയാണ് ഈ നായ ഇങ്ങനെ ആക്രമിച്ചത്.